നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് പല സിറ്റി ഭാഗങ്ങളുടെ നടുക്കും പല അന്യസംസ്ഥാന കുടുംബവും കുടിൽ കെട്ടി ജീവിക്കുന്നുണ്ട്. സാരിയുടെ മറവിലും ഷീറ്റിൻ്റെ മറവിലുമായി തന്നെ അവർ വീടുകൾ പണിത് അവിടെ ഓരോ ജോലികൾ ചെയ്തും ഒക്കെ തന്നെയും അവർ കുടുംബം പോറ്റുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ അവർക്കൊക്കെ എന്ത് സുരക്ഷിതമാണോ ഉള്ളതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും. അത്തരത്തിലൊരു വാർത്ത, അവർക്ക് സുരക്ഷിതത്വമില്ല എന്നൊരു വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ എല്ലാവരും കേൾക്കുന്നത്. എല്ലാവരും രാവിലെ മുതൽ ഒരു അന്യസംസ്ഥാന കുടുംബമാണെങ്കിൽ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് എത്തുന്നത്. മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന് നമ്മുടെ കേരളത്തിൽ അഭയം പ്രാപിച്ച ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടി 2 വയസ്സുള്ള പെൺകുട്ടിയുടെ കാണാതാകൽ, ഇതിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇപ്പോൾ വാർത്തകളെല്ലാം പുറത്തു വരുന്നത്. ഇതിനെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും അന്വേഷിക്കുന്നതും. ഈ കുട്ടി ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. കേരളം മുഴുവൻ തന്നെ ഇപ്പോൾ ഈ കുട്ടിയെ കിട്ടാൻ വേണ്ടിയും കുട്ടിയുടെ വീട്ടുകാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. 2 മൂത്ത ആൺകുട്ടികളാണ് ഈ മാതാപിതാക്കൾക്കുള്ളത്. അവരുടെ പ്രാർത്ഥനയും അവരുടെ ആഗ്രഹവുമായിരുന്നു ഒരു പെൺകുട്ടി. അങ്ങനെയാണ് പ്രാർത്ഥനകൾക്കൊടുവിൽ ഒരുപാട് നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം അവരുടെ ജീവിതത്തിലേക്ക് 3ാമതൊരു പെൺകുട്ടി വന്നത്. എന്നാൽ ആ പെൺകുട്ടിക്ക് 2 വയസ്സ് തികയുന്നതിന് മുൻപ് അവളുടെ സഹോദരങ്ങളോടൊപ്പം കിടന്നുറങ്ങവേ രാത്രി 11 മണിയോടെ അവളെ തട്ടിക്കൊണ്ടുപോയത്. ആരാണ് ചെയ്തതെന്ന് ഇപ്പോഴും നിശ്ചയമില്ല. അവളുടെ വസ്ത്രവും അവളുടെ ആഭരണങ്ങളും ഒക്കെ കാണുമ്പോൾ ഇപ്പോൾ വല്ലാത്ത സങ്കടമാണ് തോന്നുന്നത്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെയും മാധ്യമങ്ങളൊക്കെ തന്നെയും എടുക്കുന്നുണ്ട്. അതെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും നിറയുകയാണ്. ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും നൊമ്പരമാണ്. മേരിയുടെ വസ്ത്രങ്ങളും കളിപ്പാട്ടവും എല്ലാം റോഡിൽ ചിതറിക്കിടക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവളുടെ വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും കെട്ടിപ്പിടിച്ച് നിൽക്കുകയല്ലാതെ അവരുടെ മുന്നിൽ വേറൊരു മാർഗമില്ല എന്ന് പറയാം. തിരുവനന്തപുരം പേട്ടയിൽ ഹൈദരാബാദ് സ്വദേശികളായ അമർദീപ് റബീന ദേവി ദമ്പതികളുടെ മകളായ 2 വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ നിർണായക വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുമ്പോഴും 24 മണിക്കൂറാകാൻ പോവുകയാണ് ഈ കുട്ടിയുടെ കാണാതായതിന് ശേഷം. ഇതുവരെ ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു വലിയ തീരുമാനം എടുത്തിട്ടില്ല എന്നും ആ കുട്ടി നഷ്ടമായ സ്ഥലത്തു നിന്ന് എയർപോർട്ടായാലും റെയിൽവേ സ്റ്റേഷൻ ആയാലും ബസ് സ്റ്റാൻഡ് ആയാൽ പോലും ദൂരമല്ല എന്നും വളരെ അടുത്താണെന്നും അതുകൊണ്ട് രക്ഷപ്പെടാൻ വളരെയേറെ സാധ്യതയുണ്ടെന്നുമൊക്കെ എല്ലാവർക്കും അറിഞ്ഞിട്ടും ഇപ്പോൾ ഒട്ടും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ്. അന്വേഷണത്തിന് നിർണായകമായി മാറിയിരിക്കുന്നത് ബ്രഹ്മോ സമീപത്ത് ലഭിച്ച CCTV ദൃശ്യങ്ങളാണ്. 12 മണിക്ക് രാത്രി 12-ന് ശേഷം 2 പേർ ഇരുചക്ര വാഹനത്തിൽ പോകുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു. അവർക്കിടയിൽ കുട്ടി ഉള്ളതായാണ് സംശയം. കുട്ടിയെ കാണാതായതിന് സമീപത്ത് നിന്നാണ് ദൃശ്യങ്ങൾ ലഭിച്ചത്. മുട്ടത്തറ ഈഞ്ചക്കൽ സർവീസ് റോഡിലെ ഇന്ത്യൻ ഓയിലിന്റെ ട്രിവാൻഡ്രം ഡിവിഷണൽ ഓഫീസിൽ നിന്നാണ് ദൃശ്യങ്ങൾ ശേഖരിച്ചത്. അതേസമയം അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ ദൃശ്യങ്ങൾ തേടുകയാണ് പോലീസ്. കുട്ടിയുടെ സഹോദരങ്ങൾ നൽകിയ മൊഴി ശരിവെക്കുന്ന തരത്തിലാണ് പുതിയ ദൃശ്യങ്ങൾ. അതിനിടെ ഇരുചക്ര വാഹനത്തിൽ കുട്ടിയെ കൊണ്ട് പോകുന്നത് കണ്ടുവെന്ന സംശയം പ്രകടിപ്പിച്ച യുവാവിനെ സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. രാത്രി 12:30-ക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ 2 പുരുഷന്മാർ ഒരു സ്കൂട്ടറിൽ കുട്ടിയെ കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് ഇയാൾ പോലീസിനെ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യുവാവിന്റെ മൊഴിയെടുക്കുന്നത്. കുട്ടിയെ സ്കൂട്ടറിൽ കൊണ്ടുപോകുന്നത് കണ്ടതായി ഈഞ്ചക്കലിലുള്ള ഹോട്ടൽ മാനേജറാണ് സ്റ്റേഷനിലെത്തി വിവരം കൈമാറിയത്. പ്രായമായ ഒരാളും യുവാവും ചേർന്ന് കുട്ടിയെ സ്കൂട്ടറിന് നടുക്കിരുത്തി കൊണ്ടുപോകുന്നത് കണ്ടുവെന്ന് പോലീസിന് മൊഴി നൽകി. രാത്രി 12:30-ഓടെയായിരുന്നു കുട്ടിയെ കണ്ടതെന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയത്. രാത്രി 12 മണിക്ക് ഈഞ്ചക്കൽ ഭാഗത്ത് വെച്ച് മഞ്ഞ സ്കൂട്ടറിൽ 2 പേർ കുട്ടിയുമായി പോകുന്നത് കണ്ടു എന്ന മാനേജറുടെ മൊഴിയും ശരിവെക്കുന്നു. മുമ്പിൽ പ്രായമുള്ള ആളും പിന്നിൽ യുവാവുമാണ് ഇരുന്നതെന്ന് മൊഴി. ഹമ്പിന്റെ ഭാഗത്ത് സ്കൂട്ടർ വേഗത കുറച്ചു, അതുകൊണ്ടാണ് കൃത്യമായി ഇവരെ കാണാൻ സാധിച്ചതെന്ന് ഇയാൾ പറയുന്നു. പ്രദേശത്തുള്ള CCTV പോലീസ് ശേഖരിച്ചു. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. ഇതിനിടെ കുട്ടിയെ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് കണ്ടതായി സംശയം ഉന്നയിച്ച ഈഞ്ചക്കലുള്ള കുടുംബം പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. സ്റ്റേഷനിലെത്തിയ കുടുംബം ഇക്കാര്യം പോലീസിനെ അറിയിച്ചു. കുടുംബം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം വീട്ടിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതേസമയം തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് കാണാതായ 2 വയസ്സുകാരിയെ കാണാതായിട്ട് 14 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണെന്നുള്ളത് വളരെയധികം ദുഃഖമാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.